അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വലിയ അശുദ്ധിയുള്ളവർക്ക് നഖം, മുടി പോലുള്ളവ വെട്ടാൻ പാടുണ്ടോ? അപ്രകാരം ആർത്തവകാരി കൊഴിഞ്ഞുപോയതായ മുടികൾ എടുത്തു വെച്ച് അതിനെ നിർബന്ധ കുളിക്കുന്നതായ സാഹചര്യത്തിൽ കഴുകേണ്ടതുണ്ടോ? എന്താണ് ഇതിന് ഇസ്ലാമുമായുള്ള ബന്ധം? ഹാദൽ ഇഷ്കാൽ അല്ലദി യത്റഉ ഇൻദ കസീരിൻ മിനൻ നിസാ ഫി ശഅനി ഹുക്മി ഇസാലത്തി الشعر والأظافير ونحوها من سنن الفطرة أثناء فترة الحيض ناشئ عن اعتقاد باطل لدى بعضهم بأن أجزاء الإنسان تعود إليه يوم القيامة، فإذا أزال وعليه الحدث الأكبر من جنابة أو حيض أو نفاس عاد إليه يوم القيامة نجسا لم تصبه الطهارة، وهذا كلام فاسد وتوهم لا محل له من الصحة. ഇത്തരം വിശ്വാസങ്ങൾ ധാരാളം സ്ത്രീകൾക്കിടയിലും അതുപോലെ തന്നെ ആളുകൾക്കിടയിലും വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒന്നാണ്. മുടി നീക്കാൻ പാടില്ല, നഖം മുറിക്കാൻ പാടില്ല. ഇത്തരം ഹൈലിന്റെയും അതുപോലെ തന്നെ നിഫാസിന്റെയും ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ വലിയ അശുദ്ധിയുള്ളതായ സന്ദർഭങ്ങളിൽ ഇത് ഒരു തെറ്റായ ധാരണയാണ്. ഇതിന് യഥാർത്ഥ വിശ്വാസവുമായി യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെ ആരെങ്കിലും മുടി വെട്ടുകയോ നഖം നീക്കുകയോ ചെയ്താൽ അത് ഖിയാമത്ത് നാളിൽ ശുദ്ധി ഇല്ലാത്ത നിലയിൽ വരുമെന്നും അത് കുറ്റകരമായി തീരുമെന്നുമെന്നെല്ലാം ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിന്റെ യഥാർത്ഥ മതവുമായി യഥാർത്ഥ ഇസ്ലാമുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്ന് നമുക്ക് കാണാവുന്നതാണ്. മാത്രമല്ല, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് വന്നതായ ഹദീസ് നമുക്ക് ഇപ്രകാരം മനസ്സിലാക്കാം. അൻ ആയിഷ ഇല ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ ഹീന ഹാലത് ഫി ഹജ്ജത്തുൽ വിദാ. ഒരിക്കൽ ഹജ്ജത്തുൽ വിദാഇന്റെ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയിന് ആർത്തവം ഉണ്ടായപ്പോൾ ഫഖാല ലഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻഖുദി റഅസക വംതശിതി വഅഹില്ലി ബിൽ ഹജ്ജ് വദഇൽ ഉംറ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് ഹജ്ജിൽ നിന്ന് വിരമിക്കാനും മുടി ചീകാനും എല്ലാം കൽപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഫലംതിശാതു ആലിബൻ മാ യുസാഹിബുഹു തസാഖുതു ബഅദ് ഷിർ. തീർച്ചയായും മുടി ചീകുമ്പോൾ അതിൽ നിന്ന് അല്പം മുടി കൊഴിഞ്ഞു പോവുക എന്നുള്ളത് സ്വാഭാവികമാണ്. വഅദാലിക് അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാം വൽ ഹായിൽ, ആർത്തവകാരിക്കും അതുപോലെ തന്നെ ഹറാമിലുള്ളവർക്കും മുടി ചെയ്യുക എന്നുള്ളത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദനീയമാക്കി കൊടുത്തു. അങ്ങനെ ചെയ്യുന്നതോടൊപ്പം നഷ്ടപ്പെട്ടു പോകുന്നതായ മുടി എടുത്തു കഴുകാനോ മറ്റോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരുന്നില്ല. അതിനാൽ തന്നെ ഒരു സ്വഹീഹായ ഹദീസ് ആർത്തവകാലങ്ങളിലോ അതുപോലെ ജനാബത്തുള്ള സന്ദർഭങ്ങളിലോ മുടിയോ നഖമോ നീക്കാൻ പാടില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധ്യമല്ല. അപ്രകാരം ആർത്തവ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നിഫാസിന്റെ കാലഘട്ടത്തിൽ ജനാബത്തിന്റെ സന്ദർഭങ്ങളിൽ തലയിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നതായ മുടി എടുത്തു വെച്ച് അതിന് കഴുകണമെന്നുള്ളതായ യാതൊരുവിധ പ്രമാണവും നമുക്ക് കാണാൻ സാധ്യമല്ല. നിരർത്ഥകമായ ഇസ്ലാമുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്തതായ ചില കാര്യങ്ങളാണ് ഇവയെ